ചെന്നിത്തല എന്ത് പറയുമെന്ന് കൂടി അധിക ഭാരമാണ് കഴിഞ്ഞ 8 വർഷം കൊണ്ട് വൈദ്യുതി നിരക്കിന്റെ കാര്യത്തിൽ കേരള ഗവൺമെന്റ് അടിച്ചേൽപ്പിച്ചിട്ടുള്ളത്. ഇന്ന് കേരളത്തിൽ 10 മുതൽ 14 രൂപ വരെ ഒരു യൂണിറ്റിന് വൈദ്യുതി വാങ്ങിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ഞാൻ നിങ്ങളോട് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം പറയാനാണ് ഇന്ന് വിളിച്ചത്. ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ 4 രൂപ മുതൽ 5 രൂപ വരെ ഒരു യൂണിറ്റ് നിരക്കിൽ വൈദ്യുതി കൊടുക്കാൻ തയ്യാറാണ്. നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ 4 മുതൽ 5.5 രൂപ വരെ നിരക്കിൽ ഒരു യൂണിറ്റ് വൈദ്യുതി കൊടുക്കാൻ തയ്യാറാണ്. KSEB ചെയർമാൻ ഇത് സംബന്ധിച്ച് ന്യൂക്ലിയർ പവർ കോർപ്പറേഷനുമായി നിരവധി ചർച്ചകൾ ഇതിനകം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷനുമായും ചർച്ച നടത്തിയിട്ടുണ്ട്. ഇത്ര കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടായിരിക്കെ അദാനിമാർക്കും ജിന്തലുമാർക്കും കോടികളുടെ ലാഭമുണ്ടാക്കാനുള്ള വഴി തുറക്കുന്ന ഈ സർക്കാരിന്റെ നടപടി അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ്. വൈദ്യുതി മന്ത്രി പറയട്ടെ, ന്യൂക്ലിയർ പവർ കോർപ്പറേഷനുമായി KSEB ചർച്ച നടത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എത്ര രൂപയ്ക്കാണ് അവർ ഓഫർ ചെയ്തിട്ടുള്ളത്? വൈദ്യുതി മന്ത്രി പറയട്ടെ, നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ 4 മുതൽ 5.5 രൂപ വരെയുള്ള നിരക്കിൽ വൈദ്യുതി നൽകാമെന്ന് ഓഫർ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ എടുത്തില്ല? അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എന്തുകൊണ്ട് നിങ്ങൾ പുരോഗമിപ്പിക്കുന്നില്ല? അപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ തലയിൽ കോടികളുടെ ബാധ്യത അടിച്ചേൽപ്പിച്ചുകൊണ്ട് സ്വകാര്യ വൈദ്യുതി നിർമ്മാണ കമ്പനികൾക്ക് ലാഭമുണ്ടാക്കി കൊടുക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു വൻ അഴിമതിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ശ്രീ ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി മന്ത്രിയായിരുന്ന കാലത്ത് 2016 ഒരു ദീർഘകാല കരാർ ഒപ്പിടുകയുണ്ടായി. ആ ദീർഘകാല കരാറിന്റെ അടിസ്ഥാനത്തിൽ ഒരു യൂണിറ്റിന് 4 രൂപ 29 പൈസയ്ക്ക് വൈദ്യുതി കേരളത്തിന് 4 സ്വകാര്യ കമ്പനികൾ നൽകുമായിരുന്നു. 2042 വരെ യൂണിറ്റ് ഒന്നിന് 4 രൂപ 29 പൈസയ്ക്ക് വൈദ്യുതി ലഭ്യമാകുന്ന സാഹചര്യം ആരാണ് ഒഴിവാക്കിയത്? ഞാൻ ഇന്ന് ഓർക്കുന്നു, 2023 ഈ ഓർഡർ, ഈ ദീർഘകാല കരാർ റദ്ദാക്കിയപ്പോൾ വൈദ്യുതി മന്ത്രി പറഞ്ഞത് ആ കരാറിൽ അഴിമതി ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ അഴിമതി ആരോപിച്ച കൃഷ്ണൻകുട്ടി മന്ത്രിയോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ കഴിഞ്ഞ 8 വർഷക്കാലം ആര്യാടൻ മുഹമ്മദ് കൊണ്ടുവന്ന ഈ ലോങ് ടൈം എഗ്രിമെന്റ് പ്രകാരം വൈദ്യുതി വാങ്ങിയില്ലേ? നിങ്ങൾ ആ 8 വർഷക്കാലവും അഴിമതി കണ്ടില്ലേ? 2023 നിങ്ങൾ ഈ ലോങ് ടൈം എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്തത് അദാനിക്ക് വേണ്ടിയായിരുന്നു. ഞാൻ ആവർത്തിക്കുന്നു, എന്റെ കയ്യിൽ ഒരു രേഖയുണ്ട്, ഞാൻ നിങ്ങൾക്ക് വിതരണം ചെയ്യാം. അദാനിക്ക് ഏപ്രിൽ 2024 ആദ്യം കൊടുക്കുന്നത് 150 മെഗാവാട്ട് 8 രൂപ 69 പൈസ. ഏപ്രിൽ തന്നെ വീണ്ടും 50 മെഗാവാട്ട് 10 രൂപ 25 പൈസ. വീണ്ടും ഏപ്രിലിൽ 50 മെഗാവാട്ട് 14 രൂപ 3 പൈസ പെർ യൂണിറ്റ്. ആർക്ക് വേണ്ടിയാണ് ഈ ദീർഘകാല കരാർ റദ്ദാക്കിയത്? ജിൻഡാൽ 4 രൂപ 29 പൈസയ്ക്ക് ലോങ് ടൈം എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ വൈദ്യുതി നൽകിയിരുന്ന ജിൻഡാൽ 9 രൂപയ്ക്കും 10 രൂപയ്ക്കും കേരളത്തിൽ ഈ ലോങ് ടൈം എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്തപ്പോൾ വിതരണം ചെയ്യുകയാണ്. എന്ത് വിചിത്രമായ കാര്യമാണ്! അപ്പോൾ ഇതിനകത്ത് കേരളത്തിന്റെ വൈദ്യുതി മന്ത്രിയും മുഖ്യമന്ത്രിയും
റെഗുലേറ്ററി കമ്മീഷനും ഇലക്ട്രിസിറ്റി ബോർഡും എല്ലാം പ്രതികളാണ്. കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ തലയിൽ 16 പൈസ ഇപ്പോഴും, ജനുവരിയിൽ 12 പൈസ വീണ്ടും കൂട്ടാനുള്ള ഈ ഇരുട്ടടി അടിച്ചത് ജിൻഡാലിനും അദാനിക്കും സ്വകാര്യ കമ്പനികൾക്കും കൊള്ളലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. മാത്രമല്ല, ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ 4 രൂപയ്ക്കും 5 രൂപയ്ക്കും തരാൻ തയ്യാറാണെങ്കിൽ, നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ 5 രൂപയ്ക്ക് തരാൻ തയ്യാറാണെങ്കിൽ എന്തുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല? എന്തുകൊണ്ട് അവരുമായി എഗ്രിമെന്റ് ഒപ്പിടുന്നില്ല? ഇതെല്ലാം ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ സ്വകാര്യ കമ്പനികളെ സഹായിക്കാനും അതുവഴി വൻതോതിലുള്ള അഴിമതി കാണിക്കാനും വേണ്ടിയിട്ടാണ്. അദാനി നിങ്ങൾ പരിശോധിക്കണം. അദാനി ലോങ് ടൈം എഗ്രിമെന്റിന് വേണ്ടി പ്രപ്പോസൽ കൊടുത്തിരുന്നു. ആ ലോങ് ടൈം എഗ്രിമെന്റ് ഇപ്പോഴും റെഗുലേറ്ററി കമ്മീഷന്റെ മുമ്പിൽ പെൻഡിംഗ് ആണ്. റെഗുലേറ്ററി കമ്മീഷന്റെ മുമ്പിൽ പെൻഡിംഗ് ആണ്, തീരുമാനമെടുത്തില്ല. കാരണം ഈ 2023 ഈ കരാർ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായ സാഹചര്യത്തിലാണ് അത് തൽക്കാലം മാറ്റിവെച്ചിരിക്കുന്ന. അനുവാദം കൊടുത്തില്ല, എപ്പോ വേണേലും കൊടുക്കും. അദാനിയുമായിട്ട് ലോങ് ടൈം എഗ്രിമെന്റ് എപ്പോ വേണേലും ഒപ്പിടും അവര്. മാത്രമല്ല, ഇവരെന്താ പറയുന്നത്? ആരാണ് ഈ റെഗുലേറ്ററി കമ്മീഷൻ? മന്ത്രി ചോദിച്ചാൽ പറയാം റെഗുലേറ്ററി കമ്മീഷനാണ്. ബോർഡ് ചെയർമാനോട് ചോദിച്ചാൽ പറയാം റെഗുലേറ്ററി. ആരാണ്? MM മണിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന വിൽസൺ CPMന്റെ വളരെ അടുത്ത സഹയാത്രികനാണ്. 13,000 കോടി രൂപ വരെ ലാഭം ഉണ്ടാവും ഒരു പൈസ വർദ്ധിപ്പിച്ചാൽ. കാരണം എത്ര മെഗാവാട്ട് വൈദ്യുതിയാണ് കേരളത്തിൽ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടുന്നത്? ഇതിന്റെ നാൾവഴികൾ പരിശോധിച്ചാൽ ഈ കമ്മീഷൻ പ്രൊസീജിയറൽ ഇറർ ഉണ്ടെന്ന് പറഞ്ഞാണ് പിൻവലിക്കുന്നത്, ഇത് റദ്ദാക്കുന്നത്. എന്ത് പ്രൊസീജിയർ ഇറഗുലാരിറ്റി ഉണ്ടെങ്കിലും ജനങ്ങളുടെ താല്പര്യമല്ലേ വലുതിവിടെ? 2042 വരെ 4 രൂപ 29 പൈസയ്ക്ക് വൈദ്യുതി കിട്ടിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുന്നത് പ്രൊസീജിയർ ഇറഗുലാരിറ്റിയുടെ പേരിലാണെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? കൊള്ളയടിക്കാൻ, കേരളത്തിലെ ജനങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടി സ്വകാര്യ അദാനിമാരെ സഹായിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഈ ഏർപ്പാട് ഇതിന്റെ പിന്നിൽ പവർ ബ്രോക്കർമാരുണ്ട്. വലിയ പവർ ബ്രോക്കർമാർ അധികാരത്തിന്റെ ഇടനാഴികളിലുണ്ട്. അവരാണ് ഇതിന്റെ പിന്നിലുള്ളത്. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് മന്ത്രി, അതാണ് ഞാൻ മന്ത്രിയെ പരസ്യ സംവാദത്തിന് വിളിച്ചത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, മന്ത്രി കൃഷ്ണൻകുട്ടി ഒരു പരസ്യ സംവാദത്തിന് തയ്യാറുണ്ടോ? ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് വന്നു ചേരുന്ന പാവപ്പെട്ട ജനങ്ങളുടെ തലയിലാണ് ഇത് വന്നു ചേരുന്നത്. ഇപ്പോൾ ഈ കേസ് എവിടെയാണെന്ന് അറിയാമോ? ഇതിന്റെ നാൾവഴികൾ പരിശോധിച്ചാൽ റെഗുലേറ്ററി കമ്മീഷൻ ഇത് റദ്ദാക്കുന്നു. ജനരോഷം കടന്നു മനസ്സിലാക്കിക്കൊണ്ട് ഇലക്ട്രിസിറ്റി ആക്ടിലെ സെക്ഷൻ 108 അനുസരിച്ച് രമേശ് ചെന്നിത്തല, മുതിർന്ന കോൺഗ്രസ് നേതാവ്, മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. സർക്കാർ കുറച്ചു ദിവസം മുൻപാണ് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചത്. അതിൽ അദാനിക്ക് ലാഭമുണ്ടാക്കാനുള്ള സർക്കാരിന്റെ കള്ളക്കളികളെ കുറിച്ചുള്ള ഒരു ആരോപണമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ചെറിയ പൈസയ്ക്ക് യൂണിറ്റിന് വൈദ്യുതി ലഭിക്കുമായിരുന്നു. അതിനിടയിൽ ജനങ്ങളെ ആകെ ചതിക്കുന്ന തരത്തിലൊരു നിലപാടാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായത്. അദ്ദേഹം വെല്ലുവിളിക്കുകയാണ് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ഒരു പരസ്യ സംവാദത്തിന്